നമസ്കാരം. സ്കൂൾ കുട്ടികളുടെ TC സമ്പൂർണ്ണയിൽ എങ്ങനെ തയ്യാറാക്കാം എന്ന് വിവരിക്കുന്ന എപ്പിസോഡാണിത്. KSR KER സർക്കാർ ഉത്തരവുകൾ സർക്കുലർ എന്നിവയുടെ അപ്ഡേഷൻ ലഭിക്കുന്നതിന് വേണ്ടി SK ചാനൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. TC തയ്യാറാക്കുന്നതിന് വേണ്ടി സ്കൂളുകളുടെ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് സമ്പൂർണ്ണ ഓപ്പൺ ചെയ്യുക. സൈറ്റ് ഓപ്പണായി ലഭിച്ചിട്ടുണ്ട്. സമ്പൂർണ്ണ ഡാഷ്ബോർഡ് നിങ്ങൾക്ക് കാണാം. ആദ്യമായിട്ട് TC നടപടിക്രമത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്, എഡിറ്റ് ചെയ്യേണ്ടതാണ്. സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ ഈ സ്ക്രീനിൻ്റെ ഏറ്റവും മുകളിലായിട്ട് സ്കൂളിൻ്റെ പേര് കിടപ്പുണ്ട്. ആ പേര് സെലക്ട് ചെയ്യുക. അപ്പോൾ സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് ഉടനെ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടും. മാറ്റങ്ങൾ അനിവാര്യമാണ് എങ്കിൽ നിങ്ങൾ അതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. ഉദാഹരണത്തിന് പ്രഥമാധ്യാപകൻ്റെ പേര്, PTA പ്രസിഡൻറ്റിൻ്റെ പേര്, MPTA പ്രസിഡൻറ്റിൻ്റെ പേര്, സ്കൂൾ SITC ഇവരുടെയൊക്കെ ഫോൺ നമ്പറിൽ മാറ്റമുണ്ടെങ്കിൽ, അതോടൊപ്പം തന്നെ സ്കൂളിൻ്റെ സ്ട്രക്ചറിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ഇതെല്ലാം എഡിറ്റ് സ്കൂൾ ഡീറ്റെയിൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യേണ്ടതാണ്. നിർബന്ധമായിട്ടും TC ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് TC നമ്പർ എഡിറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. TC നമ്പർ 0 ആക്കുക. 0 ആക്കി എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തുടർന്ന് ഈ വർഷം കൊടുക്കുന്ന TC നമ്പർ 1 മുതൽ ആരംഭിക്കുന്നതാണ്. TC ഇഷ്യൂ ചെയ്യുന്ന വേളയിൽ TC നമ്പർ എഡിറ്റ് ചെയ്യണമെങ്കിൽ അല്പം മുമ്പ് പ്രതിപാദിച്ചതുപോലെ തന്നെ സ്കൂൾ ഡീറ്റെയിൽസ് എടുത്ത് TC നമ്പറിലെ ലാസ്റ്റ് ഇഷ്യൂഡ് TC നമ്പർ ക്രമപ്പെടുത്തി കൊടുത്ത് എഡിറ്റ് ചെയ്താൽ ആ പ്രശ്നം പരിഹരിച്ച് കിട്ടുന്നതാണ്. ചേഞ്ചസ് വരുത്തിയതിന് ശേഷം അപ്ഡേറ്റ് സ്കൂൾ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്കൂൾ ഡീറ്റെയിൽസ് സേവ്ഡ് ആകും. തുടർന്നാണ് നമ്മൾ ഇഷ്യൂ TC നടപടിക്രമത്തിലേക്ക് പ്രവേശിക്കുക. തുടർന്ന് സ്ക്രീനിൽ ക്ലാസ് ആൻഡ് ഡിവിഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ക്ലാസ്സുകളുടെ ലിസ്റ്റ് വരും. ഏത് ക്ലാസ്സിലെ കുട്ടികൾക്കാണോ TC ചെയ്യേണ്ടത് ആ ക്ലാസ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിൽ ഏത് കുട്ടിക്കാണോ TC ഇഷ്യൂ ചെയ്യേണ്ടത് ആ കുട്ടിയെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ ഡീറ്റെയിൽസാണ് നമുക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കുന്നത്. തുടർന്ന് എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ നൽകരുത്. ദി സ്റ്റുഡൻറ്റ് ഡാറ്റ ഈസ് അൺകൺഫേംഡ്, ക്ലിക്ക് ഹിയർ ടു കൺഫേം. അതായത് TCയുടെ നടപടിക്രമത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കുട്ടിയുടെ ഡാറ്റാസ് കൺഫേം ചെയ്യേണ്ടതാണ്. ആ കൺഫേം ചെയ്യുന്നതിന് മുമ്പ് കുട്ടിയുടെ സമ്പൂർണ്ണയിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ശരിയാണോ എന്ന് ഒരു വട്ടം കൂടി പരിശോധിക്കുക. കുട്ടിയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, വീട്ടുപേര്, ആധാർ നമ്പർ തുടർന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ശരിയാണോ എന്ന് ഒരു വട്ടവും കൂടി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ക്ലിക്ക് ഹിയർ ടു കൺഫേം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആർ യു ഷുവർ ടു വാണ്ട് ടു കൺഫേം ദ ഡാറ്റ? വൺസ് കൺഫേംഡ് യു കാൺട്ട് എഡിറ്റ് ദ സ്റ്റുഡൻസ് ഡാറ്റ. ഇവിടെ കൺഫേം എന്നുള്ള ബട്ടൺ ഓക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളുടെ ഡീറ്റെയിൽസ് നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ഇങ്ങനെ കൺഫേം ചെയ്തതിന് ശേഷവും വളരെ അത്യാവശ്യമാണ്, നമുക്കൊരു മിസ്റ്റേക്കിലൂടെയാണ് കൺഫർമേഷൻ കൊടുത്തതെങ്കിൽ എന്നാൽ കുട്ടിയുടെ ഡാറ്റാസ് എഡിറ്റ് ചെയ്യുകയും ചെയ്യണമെങ്കിൽ അത്യാവശ്യമാണെങ്കിൽ കൈറ്റിൻ്റെ ജില്ലാ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ അവർ ആ കൺഫർമേഷൻ ക്ലിയറാക്കി തരുന്നതാണ്. തുടർന്ന് കുട്ടിയെ കൺഫേം ചെയ്യുന്നു, കുട്ടിയുടെ ഡാറ്റ കൺഫേംഡ് ആക്കുന്നു. കൺഫേം ആക്കി കഴിഞ്ഞാൽ പിന്നെ എഡിഷനുള്ള അവകാശം നമുക്കില്ല. കുട്ടിയുടെ ഡീറ്റെയിൽസ് വീണ്ടും കാണാം. തുടർന്ന് ഇഷ്യൂ TC എന്നുള്ള ഓപ്ഷനിലേക്ക് പോകുന്നു. ഇഷ്യൂ TCയിൽ നിങ്ങൾക്ക് കാണാം ഒന്നാമത്തെ TC ആയിട്ട് വരുന്നു. അതിലെ TC നമ്പർ, അഡ്മിഷൻ നമ്പർ, കുട്ടിയുടെ പേര് ഇതെല്ലാം ക്ലിയറായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വരുന്നതാണ്. വെദർ ക്വാളിഫൈഡ് ഫോർ പ്രൊമോഷൻ ടു ഹയർ സ്റ്റാൻഡേർഡ് എന്നുള്ള ചോദ്യം വളരെ ശ്രദ്ധയോടുകൂടി വേണം കൈകാര്യം ചെയ്യാനായിട്ട്. അതായത് നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് പ്രൊമോഷനാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ, ഹയർ സ്റ്റാൻഡേർഡിലേക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ യെസ് എന്നും, എന്നാൽ സ്കൂൾ തുറന്നതിന് ശേഷം പഠനക്രമങ്ങൾ ആരംഭിച്ചതിന് ശേഷം അതേ ക്ലാസ്സിലേക്ക് തന്നെയാണ് TC ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ വെദർ ക്വാളിഫൈഡ് ഫോർ പ്രൊമോഷനോ ടു ഹയർ സ്റ്റാൻഡേർഡിൻ്റെ അവിടെ
നോ എന്ന് നിർബന്ധമായിട്ടും രേഖപ്പെടുത്തേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഫീസിൻ്റെ കാര്യത്തിലുള്ള ഡേറ്റാസ് ചോദിക്കുന്നു. കുട്ടി ലാസ്റ്റ് സ്കൂൾ അറ്റൻഡ് ചെയ്ത ഡേറ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അധ്യയന വർഷത്തിൽ അവസാന പ്രവൃത്തി ദിവസം ഏതാണോ ആ ദിവസം കൊടുക്കണം. അതോടൊപ്പം തന്നെ പ്രൊമോഷൻ്റെ ഡേറ്റ് മെയ് 2 എന്നുള്ളത് പ്രൊമോഷൻ്റെ ഡേറ്റ് നിങ്ങൾ നൽകേണ്ടതാണ്. എന്നാണോ കുട്ടി ആപ്ലിക്കേഷൻ ടി സിക്ക് വേണ്ടിയിട്ട് തന്നത് ആ ഡേറ്റും രേഖപ്പെടുത്തുക. റീസൺ ഫോർ ലീവിങ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. കോഴ്സ് കംപ്ലീറ്റ്, SSLC പരീക്ഷ എഴുതിയവരെ സംബന്ധിച്ച് കോഴ്സ് കംപ്ലീറ്റ്, അല്ലാതെ ഇടയ്ക്ക് വെച്ച് TC കൊടുക്കുന്നവരെ സംബന്ധിച്ച് റിക്വസ്റ്റ്, നിലവിൽ സ്കൂളിലെ ഏറ്റവും ഉയർന്ന സ്റ്റാൻഡേർഡിൽ നിന്നും മറ്റ് സ്കൂളിലേക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് പോകുന്ന കുട്ടികൾക്ക് ഹയർ സ്റ്റഡീസ്, അതിൽ ഏതാണോ ഉചിതമായിട്ടുള്ളത് സെലക്ട് ചെയ്യേണ്ടതാണ്. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഹയർ സ്റ്റഡീസ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഡെസ്റ്റിനേഷൻ സ്കൂൾ എന്ന് കാണാം. ആ ഡെസ്റ്റിനേഷൻ സ്കൂളിൽ സെലക്ട് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ ഫ്രം ഡാറ്റാ ബേസും കാണാം, അതറും കാണാം. അതായത് കുട്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള ഏതെങ്കിലും സ്കൂളിലേക്കാണ് പോകുന്നതെങ്കിൽ ഫ്രം ഡാറ്റാ ബേസിലൂടെ നമുക്ക് TC ഗ്രേഡ് ചെയ്തെടുക്കാം. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള സ്കൂളല്ല, ഈ സമ്പൂർണ്ണയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട സ്കൂളല്ല എങ്കിൽ അതർ എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അതർ എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്താൽ നമ്മൾ ആ സ്കൂളിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതേസമയം പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള സമ്പൂർണ്ണയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സ്കൂളാണെങ്കിൽ ഫ്രം ഡാറ്റാ ബേസ് സെലക്ട് ചെയ്യുക. അങ്ങനെ ഫ്രം ഡാറ്റാ ബേസ് സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം റവന്യൂ ഡിസ്ട്രിക്റ്റ് ചോദിക്കും, അതിനുശേഷം വിദ്യാഭ്യാസ ജില്ല ചോദിക്കും, അതിനുശേഷം ഉപജില്ല സബ് ജില്ല ചോദിക്കും. അതെല്ലാം നമ്മളുടെ കൈവശം ഉണ്ടായിരിക്കണം. ഒരു കുട്ടിക്ക് TC ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ കൈവശം ആ കുട്ടി ഏത് സ്കൂളിൽ പഠിക്കുന്നു, ഏത് റവന്യൂയിലെയാണ്, ഏത് വിദ്യാഭ്യാസ ജില്ലയാണ്, ഏത് സബ് ജില്ലയാണ്, ആ സബ് ജില്ലയിലെ ഏത് സ്കൂളാണ്, ആ സ്കൂൾ കോഡ് എന്താണ്, ഇതെല്ലാം നമ്മളുടെ കൈവശം ഉണ്ടായിരിക്കണം. റവന്യൂ ഡിസ്ട്രിക്റ്റ് കൊടുത്തതിന് ശേഷം എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്റ്റ് കൊടുക്കുക, സബ് ഡിസ്ട്രിക്റ്റ് കൊടുത്തതിന് ശേഷം ആ സബ് ജില്ലയുടെ കീഴിലുള്ള എല്ലാ സ്കൂളിൻ്റെയും ലിസ്റ്റ് അവിടെ പ്രത്യക്ഷപ്പെടും. സ്കൂൾ കോഡ് അനുസരിച്ച് ആ സ്കൂള് സെലക്ട് ചെയ്യേണ്ടതാണ്. ഇതെല്ലാം വളരെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. അതിനുശേഷം കുട്ടിയുടെ നമ്പർ ഓഫ് സ്കൂൾ ഡേയ്സ് അപ് ടു ഡേറ്റ്, എത്രയാണ് കഴിഞ്ഞ വർഷം സ്കൂളിൻ്റെ പ്രവൃത്തി ദിവസം എത്രയുണ്ടായിരുന്നു, കുട്ടിക്ക് എത്ര അറ്റൻഡ് ചെയ്തു, ഇതാണ് കൊടുക്കേണ്ടത്. ഇത് കൊടുത്തതിന് ശേഷം ഇഷ്യൂ TC എന്നുള്ള ഓപ്ഷനിൽ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ TC നമ്മളുടെ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടു വരും. അതനുസരിച്ച് പ്രിൻ്റ് എടുത്ത് ഒരു കോപ്പി കുട്ടിയുടെ രക്ഷകർത്താവിനും കൊടുക്കുക, ഒരു കോപ്പി സ്കൂളിൻ്റെ ഓഫീസിലും ഫയൽ ചെയ്യുക. ഒരിക്കൽ തയ്യാറാക്കിയ TC, സമ്പൂർണ്ണയിൽ തയ്യാറാക്കിയ TC വീണ്ടും എഡിറ്റ് ചെയ്യണമെങ്കിൽ സമ്പൂർണ്ണ ഓപ്പൺ ചെയ്യുക. സ്റ്റുഡൻസ്, ഫോർമർ സ്റ്റുഡൻസ്, ആ ഫോർമർ സ്റ്റുഡൻസിൽ കുട്ടിയുടെ പേരോ അല്ലെങ്കിൽ TC നമ്പർ ഇവയിൽ ഏതെങ്കിലും ഒന്ന് നൽകി സെർച്ച് ചെയ്യുക. അപ്പോൾ സ്ക്രീനിൽ TC ഇഷ്യൂഡ്, മാർക്ക് ആസ് നോട്ട് ഇഷ്യൂഡ് എന്ന ഒരു ലൈൻ കാണാം. അതിൽ മാർക്ക് ആസ് നോട്ട് ഇഷ്യൂഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഉടനെ തന്നെ സ്ക്രീനിൽ TC നോട്ട് ഇഷ്യൂഡ് എന്ന് കാണാം. വീണ്ടും നേരത്തെ ചെയ്തതുപോലെ തന്നെ സ്റ്റുഡൻസ്, ഫോർമർ സ്റ്റുഡൻസ്, നെയിം അല്ലെങ്കിൽ TC നമ്പർ നൽകി സെർച്ച് ചെയ്യുക. തുടർന്ന് കുട്ടിയുടെ പേര് സെലക്ട് ചെയ്യുക. TC ഡീറ്റെയിൽസ് വരും. എഡിറ്റ് TC എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. TCയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി വീണ്ടും ഇഷ്യൂ TC സെലക്ട് ചെയ്യുക. താങ്ക് യു.